ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ് സീരീസാണ്. അതിലെ ആദ്യ പാർട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ സിലബസ് വൈസ് നോക്കുമ്പോൾ ലോ സബ്ജക്റ്റുകളിൽ ഏറ്റവും ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള സിലബസ്, ഒരുപാട് ഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. റൈറ്റ് ഫ്രം ദ പ്രിയാമ്പിൾ മുതൽ ജുഡീഷ്യൽ റിവ്യൂ വരെയുള്ള ഒരുപാട് ഭാഗങ്ങൾ ഇതിലെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടും, അതുപോലെ GST കൗൺസിൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, ഫിനാൻസ് കമ്മീഷൻ, ദെൻ പാർലമെൻ്ററിലെ പ്രൊസീജിങ്സ്, ഒരു ബിൽ പാസ്സാക്കുന്ന രീതിയെ പറ്റിയിട്ട്, ആൻഡ് ഫിനാൻഷ്യൽ ബിൽസ്, അതുപോലെ GST കൗൺസിൽസ് ആൻഡ് ടാക്സേഷൻ പ്രൊസീജിയർ ഓഫ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒട്ടുമിക്ക ഭാഗങ്ങളും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ട് കാണാം. സോ ഒരുപാട് ഡീപ്പായിട്ടും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും വരുന്നൊരു ഭാഗമാണ്. സോ ലെറ്റ് us get into our points now. So let's have a brief introduction regarding Constitution. So as we know, India is the largest democracy living and breathing in air of sovereignty and has been gifted with the longest and lengthiest constitution in this world. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ഇറ്റ് കംപ്രൈസസ് ഓഫ് 448 ആർട്ടിക്കിൾസ് ആൻഡ് 25 പാർട്സ് ആൻഡ് 12 ഷെഡ്യൂൾസ്. ആൻഡ് ഇറ്റ് വാസ് ഡ്രാഫ്റ്റഡ് ബൈ an assembly from 1946 to 1950 and was finally adopted on 26 November 1949. And this day is celebrated in India as Constitutional Day, 26 November. And അതിനുശേഷം with effect from 26 January 1950, which has been celebrated as Republic Day of India. Now, the Constituent Assembly had precisely taken 2 years, 11 months and 17 days to complete the historic duty of drafting Indian Constitution. 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത്. ആൻഡ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ആൻഡ് ഹീ ഈസ് ബീങ് നോൺ ആസ് ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നതും അദ്ദേഹം തന്നെയാണ്. നൗ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രാഥമികമായിട്ട് അറിഞ്ഞു വയ്ക്കേണ്ട ഭാഗമാണ് പ്രിയാമ്പിളിനെ പറ്റിയിട്ടുള്ളത്. ഞാൻ ഇതോടൊപ്പം നൽകിയിട്ടുള്ള നോട്ട് കൂടി നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കണം എന്ന് പറയുകയാണ്. വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നോട്ടിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളെ മാത്രം നോട്ട് ചെയ്തുകൊണ്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കും വീഡിയോയിൽ പറഞ്ഞു പോവുക. അതോടൊപ്പം നോട്ടിൽ പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി, മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് വീഡിയോ കണ്ട് അതിനുശേഷം ആ നോട്ട് വായിച്ചതിന് ശേഷം ഒന്ന് കുറിച്ച് വയ്ക്കാൻ കൂടി ശ്രമിക്കുക. സോ ദാറ്റ് യുവർ സ്റ്റഡീസ് വിൽ ബിക്കം മോർ ഈസിയർ. നൗ ഇന്ത്യയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖമാണ് ദ പ്രിയാമ്പിൾ. ആൻഡ് the term preamble refers to introduction or preface to the constitution, and it contains the summary or essence of the constitution. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഒബിയസ്ലി പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇന്ത്യയിൽ ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ വിച്ച് വാസ് ഡ്രാഫ്റ്റ് ആൻഡ് മൂവ്ഡ് ബൈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആൻഡ് അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇന്ത്യൻ പ്രിയാമ്പിൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അത് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ അമെൻഡഡ് ബൈ ദ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976. 1976 മാത്രമാണ് ഇന്ത്യൻ പ്രിയാമ്പിൾ
അമെൻഡ് ചെയ്തിട്ടുള്ളത്. അമെൻമെൻറ്റ് മീൻസ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. അന്ന് 3 വേർഡ്സാണ് അമെൻമെൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇന്ത്യൻ പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്നുള്ള 3 വാക്കുകൾ കൂടി പ്രിയാമ്പിളിൽ എഴുതി ചേർക്കുകയാണ് 42nd അമെൻമെൻറ്റ് പ്രകാരം വന്നിട്ടുള്ളത്. ആൻഡ് ഈ 42nd അമെൻമെൻറ്റിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുകൂടി പറയുന്നുണ്ട്. 42nd അമെൻമെൻറ്റിന് മുഖ്യ കാരണക്കാരിയായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ നിന്നിട്ടുള്ള പ്രധാന വ്യക്തിത്വമായിട്ട് പറയുന്നത് ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരേ ഒരു വനിതാ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയാണ്. നൗ എന്താണ് പ്രിയാമ്പിളിൽ എഴുതിയിട്ടുള്ളത്? വാട്ട് ഈസ് ദ ടെക്സ്റ്റ് ഇൻ ദ പ്രിയാമ്പിൾ എന്നുള്ളത് നോക്കാം. ദ പ്രിയാമ്പിൾ ഇൻ ഇറ്റ്സ് പ്രസൻറ്റ് form reads, "We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure to all its citizens justice of social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution." ഇതാണ് പ്രിയാമ്പിളിൽ എഴുതിയിട്ടുള്ള ഭാഗം. അതിൽ ശ്രദ്ധിച്ചു പോകേണ്ടുന്നത് ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് "We the people of India having solemnly resolved to constitute India into a", ഇന്ത്യയെ എന്തായിട്ട് കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് പറയുന്നത് ഇതൊക്കെയാണ്. സോവറിൻ, പരമാധികാരമുള്ള; സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന; സെക്കുലർ, മതേതര കാഴ്ചപ്പാടുള്ള; ഡെമോക്രാറ്റിക്, ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ, അങ്ങനെ വേണം ഇന്ത്യയെ കാണാൻ എന്നാണ് പറയുന്നത്. ആൻഡ് ടു സെക്യൂർ ഓൾ സിറ്റിസൺസ്, ഇൻ ഇന്ത്യ പൗരന്മാർക്ക് എന്തൊക്കെയാണ് ഇന്ത്യ സെക്യൂർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സെക്യൂർ ജസ്റ്റിസ്, എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്നുണ്ട് ഇന്ത്യയിൽ വെച്ച്. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നുണ്ട്. ആൻഡ് ലിബർട്ടി, ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ഇഷ്ടമുള്ളത് എക്സ്പ്രസ് ചെയ്യാനും ചിന്തിക്കാനുമുള്ളതും ആരാധിക്കാനും ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആൻഡ് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇന്ത്യ പ്രദാനം ചെയ്യുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ഓൾ ഫ്രട്ടേണിറ്റി, അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, അതും ഇന്ത്യ ജനങ്ങൾക്കായിട്ട് ഇന്ത്യ എന്നുള്ള രാജ്യം സെക്യൂർ ചെയ്യുന്ന മൂല്യങ്ങളെയാണ് ഇവയായിട്ട് പറയുന്നത്. Now, main ingredients of the preamble. The preamble reveals 4 ingredients or components, which are: source of authority of the Constitution. Preamble states that the Constitution derives its authority from the people of India. Indian Constitution പറയുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ ഒരു സുപ്രീം അതോറിറ്റി, സുപ്രീം പവർ എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് ഇന്ത്യയാണ് എന്നാണ് പ്രിയാമ്പിളിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് പ്രിയാമ്പിൾ ആരംഭിക്കുന്നത് തന്നെ. നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. പ്രിയാമ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇന്ത്യ ടു ബി എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ പോളിറ്റി. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? ഇറ്റ് സ്പെസിഫൈസ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ആസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റിയാണ്. ആൻഡ് ദ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൺ November 26, 1949. അതുകൊണ്ട് തന്നെയാണ് November 26 കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആയിട്ട് ആചരിച്ചു പോകുന്നതും അതുകൊണ്ടാണ്. Now let us look into the major amendments that took place in the Constitution. കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1ാമത്തെ അമെൻമെൻറ്റ് മുതൽ 101ാമത്തെ അമെൻമെൻറ്റ് വരെയുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് ആണ്.
ഏതൊക്കെയാണ് അവ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് ഇൻ 1951 ആദ്യത്തെ അമെൻമെൻറ്റ് നടക്കുന്നത്. ഒന്നാമത്തെ ഭേദഗതി വരുന്നത് 1951. 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരികയും ഒരു വർഷത്തിന് ശേഷം ആദ്യത്തെ ഭേദഗതി വരികയും ചെയ്തു. സോ ഭേദഗതിയിൽ വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: ഇറ്റ് എംപവേർഡ് ദ സ്റ്റേറ്റ് ടു മേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ്. സാമൂഹ്യപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രത്യേക സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ സ്റ്റേറ്റിന് അനുവാദം കൊടുത്തു. അതിന് ഉള്ളൊരു അനുവാദം സ്റ്റേറ്റിന് ഈ അമെൻമെൻറ്റ് വഴി ലഭിച്ചു. ആൻഡ് പ്രൊവൈഡഡ് ഫോർ ദ സേവിങ് ഓഫ് ലോസ് പ്രൊവൈഡിങ് അക്വിസിഷൻ ഓഫ് എസ്റ്റേറ്റ്സ്, സ്വത്തുക്കൾ അതുപോലെ പ്രോപ്പർട്ടീസ് അത് അക്യൂർ ചെയ്യുന്ന തരത്തിൽ നിയമങ്ങളെ ഭേദഗതി ചെയ്യാനായിട്ട് ഇതുവഴി സാധിച്ചു. ആൻഡ് ആഡഡ് 9th ഷെഡ്യൂൾ ടു പ്രൊട്ടക്ട് ലാൻഡ് റിഫോം ആൻഡ് അതർ ലോസ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ് ഫ്രം ദ ജുഡീഷ്യൽ റിവ്യൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 9th ഷെഡ്യൂൾ എന്നുള്ള ഷെഡ്യൂൾ ആഡ് ചെയ്യുകയും അതിൽ ലാൻഡ് റിഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ സമയത്തൊക്കെയാണ് ഭൂസംരക്ഷണ നിയമങ്ങളും അതുപോലെ ലാൻഡ് റിഫോംസ് ആക്റ്റും തുടങ്ങിയിട്ടുള്ളതൊക്കെ നിലവിൽ വന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരുപാട് ഭൂമിയുള്ള ജന്മികളിൽ നിന്ന് മറ്റുമൊക്കെ സർക്കാർ ഭൂമി ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളൊരു നടപടിക്രമങ്ങൾ നടന്നു വന്നൊരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും അത് നൽകാനായിട്ട് വിസമ്മതിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ സമയത്താണ് ലാൻഡ് റിഫോംസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താനുള്ളൊരു തീരുമാനം പാർലമെൻറ്റ് മുഖേനയായിട്ട് കൊണ്ടുവരികയും 9th ഷെഡ്യൂൾ എന്നുള്ള ഷെഡ്യൂൾ ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. And it added 3 more grounds for restrictions of freedom of speech and expression. Freedom of speech and expression 3 restrictions കൊണ്ടുവന്നു, which are public order, friendly relation with foreign states and incitement to an offense. ഇവ 3 പുതിയ ഗ്രൗണ്ട്സ് ആയിട്ട് കൊണ്ടുവന്നു. And also made restrictions reasonable and thus justiciable in nature. And it provides that state trading and nationalization of any trade or business by the state is not to be invalid on the ground of violation of the right to trade or business. ഇവയാണ് ഒന്നാമത്തെ അമെൻമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. നൗ തേർഡ് അമെൻമെൻറ്റ് ഇൻ 1954. ഒന്നാമത്തെ അമെൻമെൻറ്റിന് ശേഷം 3 വർഷങ്ങൾക്ക് ശേഷമാണ് മൂന്നാമത്തെ അമെൻമെൻറ്റ്. 1951 ശേഷം 3 വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ അമെൻമെൻറ്റ് വരികയാണ്. ഇൻ വിച്ച് ഇറ്റ് എംപവേർഡ് ദ പാർലമെൻറ്റ് ടു കൺട്രോൾ ദ പ്രൊഡക്ഷൻ, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് സ്റ്റഫ്സ്, കാറ്റിൽ ഫോഡർ, റോ കോട്ടൺ സീഡ് ആൻഡ് റോ ജൂട്ട് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ്. പാർലമെൻറ്റിന് ഒരു കൺട്രോൾ കൊടുക്കുകയാണ് ഫോർ ദ പ്രൊഡക്ഷൻ, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മെൻഷൻ ഐറ്റംസ്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം എടുക്കാനായിട്ട് പാർലമെൻറ്റിനെ അധികാരപ്പെടുത്തുകയാണ് 54ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം. മൂന്നാമത്തെ അമെൻമെൻറ്റ് പ്രകാരം. ആൻഡ് ഫോർത്ത് അമെൻമെൻറ്റ് തൊട്ടടുത്ത വർഷം തന്നെ 4ാമത്തെ അമെൻമെൻറ്റ് സംഭവിക്കുകയാണ്. വിത്ത് വിച്ച് ഇറ്റ് മെയ്ഡ് ദ സ്കെയിൽ ഓഫ് കോമ്പൻസേഷൻ ഗിവൻ ഇൻ lieu of compulsory acquisition of private property beyond the scrutiny of courts. ഒരു പ്രോപ്പർട്ടി സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന് ആ പാർട്ടിക്ക് നൽകുന്ന കോമ്പൻസേഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതിയാണ് ഫോർത്ത് അമെൻമെൻറ്റിൽ ഒന്നാമതായിട്ട് വന്നത്. ആൻഡ് ഇറ്റ് ഓതറൈസ്ഡ് സ്റ്റേറ്റ് ടു നാഷണലൈസ് എനി ട്രേഡ്. ഏത് കച്ചവടങ്ങളും നാഷണലൈസ് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റിന് കൊടുക്കുകയാണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡഡ് സം മോർ ആക്ട്സ് ഇൻ ദ 9th ഷെഡ്യൂൾ. ഫസ്റ്റ് അമെൻമെൻറ്റിൽ കൊണ്ടുവന്ന 9th ഷെഡ്യൂളിൽ കുറച്ചധികം ആക്ട് കൂടി ഉൾപ്പെടുത്തുവാനായിട്ട് 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താനായിട്ട് ഈ ഭേദഗതിയിൽ തീരുമാനിക്കുകയാണ്. ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡഡ് ദ സ്കോപ്പ് ഓഫ് ആർട്ടിക്കിൾ 31A, സേവിങ് ഓഫ് ലോസ്. നൗ 6th അമെൻമെൻറ്റ് 1956 തൊട്ടടുത്ത വർഷം. ഫോർത്ത് അമെൻമെൻറ്റിന് ശേഷം തൊട്ടടുത്ത വർഷം തന്നെ 6th അമെൻമെൻറ്റ് വരികയാണ്.
ഇറ്റ് ഇൻക്ലൂഡൻ എ ന്യൂ സബ്ജക്റ്റ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ്. പ്രധാനമായിട്ടും 3 ലിസ്റ്റുകളുണ്ട്: സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ വരുന്ന ക്ലാസ്സുകളിൽ പറയാം. യൂണിയൻ ലിസ്റ്റ് എന്നാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധിയിൽ വരുന്ന ലിസ്റ്റാണ്, അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധിയിൽ വന്ന ലിസ്റ്റാണ്. ഇറ്റ് ഇൻക്ലൂഡഡ് എ ന്യൂ സബ്ജക്റ്റ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ് ത്രൂ 6th Amendment, that is, taxes on the sale and purchase of goods in the course of interstate and commerce and restricted the state's power in this regard. ഒരു ഇൻ്റർസ്റ്റേറ്റ് ട്രേഡ് വരികയാണെങ്കിൽ, 2 സംസ്ഥാനങ്ങൾക്കിടയിലുണ്ടാകുന്ന കച്ചവടങ്ങളാണെങ്കിൽ അതിനെ ഒരു യൂണിയൻ സബ്ജക്റ്റായിട്ട് മാറ്റി. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അതിന്മേൽ വലിയ പങ്കില്ലാതായി. Now 25th Amendment ആണ് അടുത്ത പ്രധാനപ്പെട്ടത്. 71-ലാണ് 25th Amendment വരുന്നത്. ഇറ്റ് കർട്ടെയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ട് ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന റൈറ്റ്സിലൊന്നായിരുന്നു റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത്. അത് ആർട്ടിക്കിൾ 19 Clause 1 Clause F'ൽ പറയുന്നതായിരുന്നു റൈറ്റ് ടു അക്വയർ പ്രോപ്പർട്ടി എന്നുള്ളത്. എന്നാൽ 1971 25ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം ഇതിനെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നുള്ളതിൽ നിന്ന് മാറ്റുകയും അതൊരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറ്റുകയും ചെയ്തു. ആൻഡ് ഇറ്റ് പ്രൊവൈഡഡ് ദാറ്റ് എനി ലോ മേഡ് ടു ഗീവ് എഫക്റ്റീവ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കണ്ടെയ്ൻഡ് ഇൻ ആർട്ടിക്കിൾ 39 Clause B or C cannot be challenged on the ground of violation of rights guaranteed under Article 14, 19 and 31. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ആർട്ടിക്കിൾ 14, 19 and 31 ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് കീഴിൽ വരുന്ന ആർട്ടിക്കിൾസ് ആണ്. തുല്യതയ്ക്കുള്ള അവകാശങ്ങളെയും മൈനോറിറ്റി റൈറ്റ്സിനെയും മറ്റും പറയുന്ന അവകാശങ്ങളാണ്. അതിന് വിരുദ്ധമാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് ഈ അമെൻമെൻറ്റിൽ പറയുകയുണ്ടായി. Now 38th Amendment ആണ് അടുത്തതായിട്ട് വരുന്നത്. 1975 It made declaration of emergency by the President non-justifiable. പ്രസിഡൻ്റ് അല്ലാതെ മറ്റാരെങ്കിലും എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റിഫയബിൾ ആണ് എന്ന് പറഞ്ഞു. ആൻഡ് മെയ്ഡ് promulgation of orders by the President, governors and administrators of the Union territories non-justifiable. And it empowered the President to declare different grounds simultaneously on different proclamation of national emergency. നാഷണൽ എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് 1975 അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 1975 ഇന്ത്യയിലെ എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് 75 അമെൻമെൻറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളതും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകളെ കുറിച്ചായിരുന്നു ഇത് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു.